ഹായ് ഓൾ, കൃപ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റൂത്തിന്റെ പുസ്തകത്തിലെ അധ്യായം 2 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. നവോമിയുടെ ഭർതൃകുടുംബത്തിൽ ഉണ്ടായിരുന്ന ധനികന്റെ പേരെന്ത്? ഉത്തരം ബോവാസ്. ചോദ്യം 2. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചതെന്ത്? ഉത്തരം ആരാണ് ഈ യുവതി? ചോദ്യം 3. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആരോട് പറഞ്ഞു? ഉത്തരം ബോവാസ് റൂത്തിനോട്. ചോദ്യം 4. അവൾ സന്ധ്യ വരെ കാലാപ്പുറയ്ക്ക് മതിച്ചപ്പോൾ ഏകദേശം എത്ര അളവ് ബാർലി ഉണ്ടായിരുന്നു? ഉത്തരം ഏകദേശം 1 ഏഫ ബാർലി. ചോദ്യം 5. റൂത്തിന്റെ അമ്മായിയമ്മയുടെ പേരെന്ത്? ഉത്തരം നവോമി. ചോദ്യം 6. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനോട് കരുണ കാണിക്കട്ടെ. ആരെ പറ്റിയാണ് പറഞ്ഞത്? ഉത്തരം നവോമി ബോവാസിനെ പറ്റി. ചോദ്യം 7. കാല പെറുക്കുന്നതിനെ കുറിച്ചുള്ള ലേവ്യരുടെ പുസ്തകത്തിലെ വചനഭാഗം ഏത്? ഉത്തരം ലേവ്യർ 19:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 8. അവൻ നമ്മുടെ ബന്ധുവാണ്, ഉച്ചബന്ധു. ആരെ പറ്റിയാണ് ഇത് പറഞ്ഞത്? ഉത്തരം ബോവാസിനെ പറ്റി. ചോദ്യം 9. നവോമി ബോവാസിനെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റബന്ധു. ചോദ്യം 10. കൊയ്ത്ത് തീരുവോളം വേലക്കാരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ബോവാസ് റൂത്തിനോട്. ചോദ്യം 11. എവിടെയാണ് ഇന്ന് നീ കാലാ പെറുക്കിയത്? ആരോടാണ് ചോദിച്ചത്? ഉത്തരം നവോമി റൂത്തിനോട്. ചോദ്യം 12. നിന്നോട് ഡാഷ് തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ. ഉത്തരം കരുണ തോന്നിയ. ചോദ്യം 13. നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ഡാഷ് ഏൽക്കാൻ ഇടയാകാതെ നീ അവന്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണ് നല്ലത്. ഉത്തരം ശല്യമേൽക്കാൻ. ചോദ്യം 14. ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിനോട് പറഞ്ഞതെന്ത്? ഉത്തരം വന്ന് ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. ചോദ്യം 15. ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് എന്തു പറഞ്ഞുകൊണ്ടാണ്? ഉത്തരം കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞു. ചോദ്യം 16. കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തത് എന്തു പറഞ്ഞുകൊണ്ട്? ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന്. ചോദ്യം 17. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ആര്? ഉത്തരം ഭൃത്യൻ. ചോദ്യം 18. കാലാ പെറുക്കാൻ ആരുടെ കൂടെ കൂടിക്കൊള്ളാനാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം എന്റെ ദാസിമാരോടുകൂടെ. ചോദ്യം 19. അവൻ അവൾക്ക് ഡാഷ് കൊടുത്തു, അവൾ ഭക്ഷിച്ച് തൃപ്തിയായി ബാക്കിയും വന്നു. ഉത്തരം മലർ. ചോദ്യം 20. ആരുടെ കുടുംബത്തിൽപ്പെട്ടവനാണ് ബോവാസ്? ഉത്തരം എലിമെലെക്. ചോദ്യം 21. നിന്റെ പ്രവൃത്തികൾക്ക് ഡാഷ് പ്രതിഫലം നൽകും? ഉത്തരം കർത്താവ്. ചോദ്യം 22. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഡാഷ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. ചോദ്യം 23. കൊയ്ത്തു മുഴുവൻ തീരുന്നത് വരെ ആരുടെ കൂടെ ഉണ്ടാകണമെന്നാണ് റൂത്തിനോട് ബോവാസ് പറഞ്ഞത്? ഉത്തരം വേലക്കാരോടുകൂടെ. ചോദ്യം 24. മെതിച്ചപ്പോൾ കിട്ടിയ 1 ഏഫ ബാർലിയും കൊണ്ട് റൂത്ത് എവിടേക്കാണ് പോയത്? ഉത്തരം നഗരത്തിലേക്ക്. ചോദ്യം 25. ബാക്കി വന്ന ആഹാരം റൂത്ത് ആർക്കാണ് കൊടുത്തത്? ഉത്തരം അമ്മായിയമ്മയ്ക്ക്. ചോദ്യം 26. റൂത്ത് എപ്പോൾ വരെയാണ് കാലാ പെറുക്കിയത്? ഉത്തരം സന്ധ്യ വരെ. ചോദ്യം 27. റൂത്ത് 2:2 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരുന്ന നിയമാവർത്തന പുസ്തക ഭാഗം ഏത്? ഉത്തരം നിയമാവർത്തനം 24:19. ചോദ്യം 28. റൂത്തിന്റെ പുസ്തകം 2:20 പ്രതിപാദിക്കുന്ന ലേവ്യരുടെ പുസ്തകത്തിലെ വചനഭാഗം ഏത്? ഉത്തരം ലേവ്യർ 25:25. ഇതുവരെയുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.